രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 യുഗാദ്രിനാഥൻ 7 ദിവസം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്തിനാ അനുവദിച്ചു തന്നത്? സദാ കൃഷ്ണ ഭജനം ഭജനം ചെയ്യും യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം അധിക സുമധുരം മധുരം സുമധുരം അധിക സുമധുരം മധുരം മധുരം മധുരാധിപതേ അഖിലം മധുരം. മധുരാണ് ഏറ്റവും നല്ലത്. ഈ ഷഡ് രസങ്ങളില് കുട്ടികൾ ജനിച്ചാൽ തന്നെ അവരുടെ വായിൽ മധുരം കൊടുത്തു വെച്ചൊരു കുഴപ്പമില്ല. പക്ഷേ എരിവോ പുളിയോ ചമർപ്പോ അതൊന്നും കുട്ടികളുടെ നാവുമ്പിൽ തൊടിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അവകാശപ്പെട്ടതാണ് ഈ മധുരം. ആ ഒരു സുമധുരം, അത് സുഷ്ഠുവായിട്ടുള്ള മധുരം, സുഷ്ഠുവായിട്ടുള്ളതാണ്. സുഷ്ഠുവായിട്ടുള്ളത് വെച്ചാൽ മനോഹരമായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, സുസ്ഥിരമായത്. അത് കിട്ടിയ പിന്നെ വേറെ ഒന്നും കിട്ടണമെന്ന് തോന്നാത്ത മധുരം അർത്ഥം. യോഗിവര്യന്മാർക്ക് അതിസുമധുരം. അതെന്താ? അത് ഈ കൃഷ്ണപാദഭജനം. ആ കൃഷ്ണപാദഭജനം എന്ന് പറഞ്ഞാൽ ആ കൃഷ്ണനോടുള്ള ഒരു താല്പര്യം ഹൃദയത്തിലുണ്ടെങ്കിൽ ഭജനം പരിശുദ്ധമാകും. അറിഞ്ഞിട്ടുള്ളൊരു താല്പര്യമല്ല, അറിയാതെ തന്നെ. രാമനെ ഭജിക്കാതെ വയ്യ, കൃഷ്ണനെ ഭജിക്കാതെ വയ്യ, കൃഷ്ണനെ കുളിപ്പിക്കാതെ വയ്യ, കൃഷ്ണനെ ഉടുപ്പിക്കാതെ വയ്യ, കൃഷ്ണനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാണ്ട് ഞാൻ കഴിക്കേ. ഒരു തുള്ളി വെള്ളം കഴിക്കുമ്പോ കൃഷ്ണൻ കഴിച്ചിട്ടല്ലേ ഇരിക്കണമെന്ന് അന്വേഷിക്കാതെ കഴിക്കാൻ തോന്നാത്തൊരു മനസ്സുണ്ടാവുക. എന്ത് ചെയ്യുമ്പോഴും ആ കൃഷ്ണന് സന്തോഷമാവണേ, രാമന് സന്തോഷമാവണേ എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. അതാണ് ചിത്തശുദ്ധി എന്ന് പറയുന്നത്.
ആ ചിത്തശുദ്ധി നമുക്ക് ഉണ്ടാവാൻ ഭജനം ചെയ്തു അത്രയും സ്നേഹമൊന്നും ഇല്ലെങ്കിലും അച്ഛനമ്മമാര് പറഞ്ഞു കേട്ടിട്ടാണ്, കാരണന്മാര് പറഞ്ഞു കേട്ടിട്ടാണ് നിനക്ക് നിനക്ക് നിരന്തരം ചെയ്യണം, ഇങ്ങനെ പിന്നാലെ പറഞ്ഞ് നടന്നിട്ട് ശല്യം വിചാരിച്ചിട്ടായാലും വേണ്ടില്ല, ചെയ്ത അത് വലിയ ലാഭം. ഒന്നും കഴിഞ്ഞിട്ട് വേണ്ട തൊട്ട് പോവാൻ എന്ന് വിചാരിച്ചിട്ട് ചെയ്താലും വിരോധമില്ല. നാളെ ആ ഒരു ധൃതി ഇല്ലാണ്ടാവും. ചെയ്താലേ അങ്ങനെ നാളെ ഒരു ധൃതിയില്ലാണ്ട് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് നാമം ജപിക്കാൻ തോന്നുള്ളൂ. ആ കൃഷ്ണകഥകൾ കേൾക്കാൻ തോന്നുന്നെങ്കിൽ ആദ്യമൊക്കെ ശക്തിയാവും. ഓ എന്താ ഉൾക്കൊണ്ടേ ഒരു ശ്ലോകം തന്നെ ഇങ്ങനെ അർത്ഥം ആലോചിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കാന്നുള്ളതൊക്കെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മനസ്സിനെ വ്യാപരിപ്പിക്കാന്നുള്ളതാണ്. ഒരു ശ്ലോകം മതി. അതാണ് ശ്ലോകാർത്ഥം ശ്ലോകവാദം വാ നിത്യം. ഭാഗവതത്തിൽ ഓരോ ശ്ലോകവും അത്ര മധുരാണ്. അപ്പൊ ഒരു ശ്ലോകങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസത്തെ മുഴുവൻ പവിത്രമാക്കാൻ പറ്റും. നമ്മളുടെ ജീവിതം പവിത്രമാക്കാം. അല്ലാണ്ട് ഈ ലോകം പവിത്രമാക്കേണ്ട നമുക്കില്ല. നമ്മളെ നേരേക്കാരാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത് തന്നെ. മനുഷ്യജന്മം, മറ്റേത് ജന്മമാണെങ്കിലും വേറെ പലതുണ്ട്. പക്ഷെ മനുഷ്യജന്മം നമുക്ക് നമ്മളെ നേരേക്കാൻ, നമുക്ക് നാമേ പഠിക്കുന്നതും നാഗം നരകവും അതുപോലെ. നമുക്ക് നമ്മള് നാഗാണോ നരകാണോ പണിയേണ്ടതെന്ന് തീരുമാനിക്കണം. നമ്മൾ നമ്മളെ നേരേക്കാൻ മാത്രമേ മനുഷ്യൻ ചോദനുള്ളൂ. ഈശ്വര ചിന്തയിതൊന്നും മനുജനോ ശാശ്വതമായത്, നിത്യമായത്, തെറ്റില്ലാത്തത് ഒരേ ഒരു പ്രവൃത്തിയുള്ളൂ ഈശ്വരൻ. അത് പുരാണ സാരാണ്. വേദങ്ങളും ഉപനിഷത്തുകളും